നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവല്യൂഷണറി ടെററിസം എന്ന് പറയുന്ന മേഖലയാണ്. ബ്രിട്ടീഷുകാർ ടെററിസം എന്നും നമ്മൾ വിപ്ലവം എന്നും പേരിട്ട് വിളിച്ചിരുന്ന റവല്യൂഷണറി ടെററിസത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ കാലഘട്ടം, സെക്കൻഡ് ഫേസ് എന്നറിയപ്പെടുന്നത് 1924 മുതൽ 1934 വരെയുള്ള സെക്കൻഡ് ഫേസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഫേസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ 1907 സെപ്റ്റംബർ 28 ജനിക്കുകയും 1931 മാർച്ച് മാസം 23 തീയതി ഈ ലോകത്ത് നിന്ന് നിർബന്ധപൂർവം വിട്ടയക്കപ്പെടുകയും ചെയ്ത വെറും 24 വയസ്സിൽ രക്തസാക്ഷിയായി മാറിയ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്ന ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭഗത് സിംഗിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭഗത് സിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം അറിയപ്പെടുന്നത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നാണ്. ഷഹീദ് ഇ അസം, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിപ്ലവകാരിയാണ് ആരെന്ന് പറയുന്നത് ഭഗത് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം ജനിച്ചത് 1907 സെപ്റ്റംബർ 28 തീയതി ലായ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ലായ്പൂർ എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അപ്പോൾ ജനനം എന്നാണ് 1907 സെപ്റ്റംബർ മാസം 28 തീയതി ലായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? ഭഗത് സിംഗ് ജനിക്കുന്നത്. ലായ്പൂർ എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. ഈ ഭഗത് സിംഗിന്റെ അമ്മാവനായിരുന്നു സർദാർ അജിത് സിംഗ് എന്ന് പറയുന്നത്. സർദാർ അജിത് സിംഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അതായത് 1908 അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് നാടുകടത്തപ്പെട്ട വ്യക്തിയാണ് സർദാർ അജിത് സിംഗ്. ഭഗത് സിംഗ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സർദാർ അജിത് സിംഗിനെ, അമ്മാവനായിരുന്നിട്ട് പോലും സർദാർ അജിത് സിംഗിനെ ഭഗത് സിംഗ് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ, സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട ആളുകളുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഭഗത് സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനനം എന്ന് പറയുന്നത്. മറ്റേത് ചെറുപ്പക്കാരെ പോലെയും വളരെ സാധാരണമായിട്ടുള്ള ഒരു ബാല്യമായിരുന്നു ആരുടേത്? ഭഗത് സിംഗിൻ്റെതും. അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം നടക്കുന്നത് 1919 ഏപ്രിൽ മാസം 13 തീയതിയാണ്. ആ ഡേറ്റ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1919 ഏപ്രിൽ മാസം 13 തീയതി ഇന്ത്യയിൽ നടന്ന സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോ 1919 ഏപ്രിൽ മാസം 13 തീയതിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കാൻ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ ഒരു കരിനിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ്. ആ നിയമത്തിന്റെ പേര് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ആക്ട് എന്നാണ്. അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ആക്ട്. നമ്മളെല്ലാവരും ആ നിയമത്തെ അറിയുന്നത് റൗലറ്റ് ആക്ട് എന്ന പേരിലാണ്. റൗലറ്റ് ആക്ട് അതിന്റെ യഥാർത്ഥ നാമമാണ് എന്തെന്ന് പറയുന്നത് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ആക്ട് എന്ന് പറയുന്നത്. റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ആക്ട്. 1919 ഫെബ്രുവരി മാസം പാസ്സാക്കുന്ന ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1919 മാർച്ച് 10 തീയതി മുതലാണ്. ഈ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നിയമപ്രകാരം ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാം? വിചാരണ കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാം,
അയാൾ എന്താണ് വിചാരണ കൂടാതെ തടവിൽ വെക്കാം. മാത്രമല്ല പോലീസുകാർക്ക് എന്താണ് സെക്യൂരിറ്റിയുടെ പേരിൽ ഏത് സമയത്തും ഏത് സ്ഥലവും പരിശോധിക്കാം, ആളുകളെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ തടവിൽ വെക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു കരി നിയമമാണ് റൗലറ്റ് ആക്ട് അഥവാ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ആക്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇന്ത്യയിൽ എല്ലായിടത്തും ഈ നിയമത്തിനെതിരായിട്ട്, ഈ കരി നിയമത്തിനെതിരായിട്ട് എന്തുണ്ടായി? പ്രതിഷേധങ്ങളുണ്ടായി. പഞ്ചാബും വ്യത്യസ്തമായിരുന്നില്ല. പഞ്ചാബിലും പ്രതിഷേധങ്ങൾ നടന്നു. ഡോക്ടർ സത്യപാൽ, സെയ്ഫുദ്ദീൻ കിച്ചലു പോലെയുള്ള നേതാക്കന്മാരാണ് പഞ്ചാബിൽ ഈ റൗലറ്റ് ആക്ടിനെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഡോക്ടർ സത്യപാൽ, സെയ്ഫുദ്ദീൻ കിച്ചലു. ഏപ്രിൽ 10 ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിച്ച ഡോക്ടർ സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ചലുവിനെയും പോലെയുള്ള നേതാക്കന്മാരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നു, തുറങ്കിലടക്കുന്നു. അപ്പോ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് 1919 ഏപ്രിൽ മാസം 13 അതൊരു ബൈശാഖി ദിനമായിരുന്നു. അതായത് ഒരു കാർഷിക ഉത്സവ ദിനമാണ് ബൈശാഖി എന്നറിയപ്പെടുന്നത്. ആ ദിനത്തിൽ 1919 ഏപ്രിൽ 13 ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ പഞ്ചാബിൽ അമൃതസറിന് സമീപമുള്ള ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന 3 വശങ്ങളും മതിലുകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് എന്ത് ചെയ്തു? പ്രതിഷേധങ്ങൾക്കായിട്ട് ഒത്തുകൂടി. അപ്പോ ഈ സംഭവം നടക്കുമ്പോൾ അന്ന് അവിടെ നിരോധനാജ്ഞയുണ്ട്. അത് പ്രഖ്യാപിച്ചത് ലഫ്റ്റനന്റ്, അതായത് അന്നത്തെ പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയർ ആണ്. ഈ മൈക്കിൾ ഒ ഡയറിന്റെ നിർദ്ദേശപ്രകാരം ഈ പ്രതിഷേധിക്കാനായിട്ട് വന്നിരിക്കുന്ന ഈ ജനക്കൂട്ടത്തിനെതിരെ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഈ ജനക്കൂട്ടത്തിനെതിരെ അന്നത്തെ അവിടുത്തെ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന റെജിനാൾഡ് ഒ ഡയറിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? വെടിവെപ്പ് നടക്കുന്നു. അപ്പോൾ നിങ്ങൾ 2 ഡയറുമാരെ പഠിച്ചു. 2 ഡയറുമാരെയാണ് നമ്മൾ ജാലിയൻ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഒരാളുടെ പേര് മൈക്കിൾ ഒ ഡയർ എന്നാണ്, മൈക്കിൾ ഒ ഡയർ. രണ്ടാമത്തെ ആളുടെ പേര് ജനറൽ റെജിനാൾഡ് ഡയർ എന്നാണ്. മൈക്കിൾ ഒ ഡയർ, ജനറൽ റെജിനാൾഡ് ഡയർ. മൈക്കിൾ ഒ ഡയർ ആരായിരുന്നു? പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു. അതായത് വെടിവെപ്പിന് ഉത്തരവ് കൊടുത്ത ഗവർണർ ആയിരുന്നു ആരാ? മൈക്കിൾ ഒ ഡയർ. റെജിനാൾഡ് ഡയർ ആരായിരുന്നു? ആ വെടിവെപ്പ് നടത്തിയ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു ആരെന്ന് പറയുന്നത്? റെജിനാൾഡ് ഡയർ. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. 2 പേരും ഡയർ എന്നായതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. മൈക്കിൾ ഒ ഡയർ ആണ് വെടിവെക്കാൻ ഉത്തരവ് കൊടുത്ത ഗവർണർ എന്ന് പറയുന്നത്, പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത്. വെടിവെച്ച പട്ടാള ഉദ്യോഗസ്ഥനാണ് റെജിനാൾഡ് ഒ ഡയർ എന്ന് പറയുന്നത്. അപ്പോ മൈക്കിൾ ഒ ഡയറിന്റെ നിർദ്ദേശപ്രകാരം റെജിനാൾഡ് ഒ ഡയർ എന്ത് ചെയ്യുന്നു? ഈ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധിക്കാൻ വന്ന ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കുന്നു. 300 ചില്ലാമാണ് ആളുകൾ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. 1000-ലേറെ പേർ മരണപ്പെട്ടു എന്നാണ് ഇന്ത്യക്കാർ പറയുന്നത്. അപ്പോ ഈ സംഭവമാണ് നമ്മൾ എന്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ ഈ കാലഘട്ടത്തിൽ ഭഗത് സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഭഗത് സിംഗ് എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ്. ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന സംഭവം ആ കാലഘട്ടത്തിൽ 2 കുട്ടികളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവമായിരുന്നു. അതിൽ ഒരാളുടെ പേര് ഷേർ സിംഗ് എന്നാണ്. രണ്ടാമത്തെ ആളുടെ പേര് ഭഗത് സിംഗ് എന്നാണ്. ഒന്നാമത്തെ ആളുടെ പേര് ഷേർ സിംഗ് എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് ഭഗത് സിംഗ് എന്നാണ്. ഈ 2 കുട്ടികളുടെയും ജീവിതത്തെ മാറ്റിമറിച്ച, അതുവരെ കുട്ടികളായി നിന്നിരുന്ന അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല എന്ന് പറയുന്നത്. 2 കുട്ടികളുടെ അവരുടെ ജീവിതം തന്നെ അത് മാറ്റിമറിച്ചു. ഒരാളുടെ പേര് ഷേർ സിംഗ് എന്നും മറ്റാളുടെ പേര് ഭഗത് സിംഗ് എന്നുമായിരുന്നു.
ഷേർ സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തെ മനസ്സിലാകണമെന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ പേരാണ് ഉദ്ധം സിംഗ് എന്നറിയപ്പെടുന്നത്. ഉദ്ധം സിംഗ് എന്നറിയപ്പെടുന്നത് ഷേർ സിംഗിന്റെ മറ്റൊരു പേരാണ് ഉദ്ധം സിംഗ് എന്നറിയപ്പെടുന്നത്. ഇതേ ഉദ്ധം സിംഗ് ആണ്, അല്ലെങ്കിൽ ഇതേ ഷേർ സിംഗ് ആണ് 1940 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ഈ 2 ഡയർമാരെയും വധിക്കുന്നതിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ 2 ഡയർമാരെയും വധിക്കുന്നതിനായിട്ട് ഉദ്ധം സിംഗ് എവിടെയെത്തി? ലണ്ടനിലെത്തി. എന്നാൽ ഉദ്ധം സിംഗ് ലണ്ടനിലെത്തുന്ന സമയത്ത് ഈ റെജിനാൾഡ് ഡയർ, വെടിവെച്ച പട്ടാള ഉദ്യോഗസ്ഥൻ, മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഉദ്ധം സിംഗ് പ്രതികാരത്തിനായി ലണ്ടനിൽ എത്തിയപ്പോഴേക്കും റെജിനാൾഡ് ഡയർ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ ബാക്കിയുണ്ടായിരുന്നത് അതിന് ഉത്തരവ് കൊടുത്ത മൈക്കിൾ ഒ ഡയർ ആയിരുന്നു. അപ്പോ 1940 മാർച്ച് 13 ആൽബർട്ട് ഹാളിൽ നിന്നും തന്റെ പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന മൈക്കിൾ ഒ ഡയറിനെ പരിചയപ്പെടാൻ എന്ന ഭാവേന ഉദ്ധം സിംഗ് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് സംഭാഷണത്തിന്റെ മധ്യ അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ പ്രസംഗം നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംഭാഷണം ആരംഭിക്കുന്ന ഉദ്ധം സിംഗ് അദ്ദേഹം തന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന റിവോൾവർ പുറത്തെടുക്കുകയും അവിടെ വെച്ച് ഈ പറയുന്ന മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത്. അതായത് 1919 ശേഷം 21 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? ഒരു ചെറുപ്പക്കാരൻ, അന്ന് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കണ്ട, അല്ലെങ്കിൽ ആ പ്രദേശത്ത് പോയി കണ്ട, ജീവിതം മാറിയ ആ ചെറുപ്പക്കാരൻ ഷേർ സിംഗ് എന്ന് പറയുന്ന, ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മൈക്കിൾ ഒ ഡയറിനെ ബ്രിട്ടനിൽ ചെന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഈ വെടിവെച്ച് കൊന്നതിന് ശേഷം ഈ പറയുന്ന ഉദ്ധം സിംഗിനോട് വിചാരണ വേളയിൽ അദ്ദേഹത്തിന്റെ പേര് എങ്ങനെയാണ് രേഖപ്പെടുത്തിയത് എന്ന് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത്, ചരിത്ര രേഖകളിൽ എന്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് രേഖപ്പെടുത്തണം. എന്തുകൊണ്ടാണ്? ജാലിയൻ വാലാബാഗിൽ ഒഴുകിയത് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും സിഖുകാരന്റെയും ചോരയാണ്. അതുകൊണ്ട് ചരിത്ര രേഖകളിൽ എന്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞ വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. 1940 അദ്ദേഹം റെജിനാൾഡ് ഒ ഡയറിനെ കൊല്ലുകയും 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ തൂക്കിക്കൊല്ലുകയുമാണ് ഉണ്ടായത്. അപ്പോ ഒന്നാമത്തെ ചെറുപ്പക്കാരനെ കുറിച്ച്, ജാലിയൻ വാലാബാഗിനെ സംബന്ധിച്ച് അതിനെ തുടർന്ന് ജീവിതം മാറ്റിമറിക്കപ്പെട്ട ഒന്നാമത്തെ ചെറുപ്പക്കാരനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. രണ്ടാമത്തെ ചെറുപ്പക്കാരൻ ഭഗത് സിംഗ് ആണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നോൺ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്, നിസ്സഹരണ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന കാലഘട്ടത്ത് ഭഗത് സിംഗും അതിന്റെ ഭാഗമായി മാറി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് നോൺ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്, നിസ്സഹരണ സമരം എന്ന് പറയുന്നത്. ഭഗത് സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അതിന്റെ ഭാഗമായിട്ട് മാറി. എന്നാൽ 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നു? നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു വലിയ അസംതൃപ്തിക്ക് കാരണമാകുന്നു. ഭഗത് സിംഗിനും സ്വാഭാവികമായിട്ടും ഒരു അസംതൃപ്തി ഉണ്ടാകുന്നു. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ നോൺ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് നിർത്തിവെച്ച സമയത്ത് അതിന്റെ ഒരു വിടവ് പരിഹരിക്കുവാനായിട്ട് ഉണ്ടായ ഒരു വിപ്ലവ സംഘടനയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 1924 HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ആരുണ്ടാക്കി? സച്ചീന്ദ്ര സന്യാൽ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരി ഉണ്ടാക്കി. ഇന്ത്യയിലെ ഏതൊരു ചെറുപ്പക്കാരനെ പോലെയും ഭഗത് സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും എന്തിന്റെ ഭാഗമായി മാറി? HRA എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായി. അതിന്റെ ഒരു 2ാം നിര നേതാവായിട്ട് ഭഗത് സിംഗ് അതിൽ പ്രവർത്തിക്കുന്നു. ഇതേ സമയത്ത് തന്നെ 1925 കാർക്കോരി ഗൂഢാലോചന കേസ് ഉണ്ടാകുന്നു. ഈ HRAയുടെ നേതാക്കന്മാരെയൊക്കെ പിടിച്ചു തൂക്കിക്കൊല്ലുന്നു. ഒരുപാട് പേരെ നാട് കടത്തുന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? HRAയുടെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരു കർട്ടൻ വീഴുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ചന്ദ്രശേഖർ ആസാദ് ആണെങ്കിൽ, അതിന്റെ പ്രധാന പ്രവർത്തകനായ ചന്ദ്രശേഖർ ആസാദ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒളിവിൽ പോകുന്നു. ഒളിവിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ വിപ്ലവ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ സമയത്താണ് ഭഗത് സിംഗ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള സുഖദേവ് സിംഗുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നു. അതിന്റെ പേരാണ് നൗജവാൻ
ഭാരത് സഭ, നവജവാൻ ഭാരത് സഭ 1926 ഭഗത് സിംഗ് സ്ഥാപിച്ച ഒരു സംഘടനയാണ്. അദ്ദേഹം ഇതിന്റെ സെക്രട്ടറി ആയിട്ട് നീണ്ട 6 വർഷങ്ങളോളം പ്രവർത്തിക്കുകയും ചെയ്തു. നീണ്ട 4 വർഷങ്ങളോളം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ഈ സംഘടന ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ചെറുപ്പക്കാരെ വിപ്ലവ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ സംഘടനയുടെ പ്രവർത്തനവുമായിട്ട് ഭഗത് സിംഗും സുഖദേവ് സിംഗും മുന്നോട്ട് പോകുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവർ ഒളിവിൽ പ്രവർത്തിച്ചിരുന്ന ചന്ദ്രശേഖർ ആസാദുമായിട്ട് ഇവരുടെ സൗഹൃദം ശക്തമാകുന്നു. അപ്പോ ഈ 1925 കാർക്കോരി ഗൂഢാലോചനയ്ക്ക് ശേഷം നിന്നുപോയ ഈ HRA എന്ന് പറയുന്ന സംഘടന, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന പുനരുജ്ജീവിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ഇവർക്ക് തോന്നുകയും അങ്ങനെ 1928 ഈ സംഘടന പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല മൈതാനത്ത് വെച്ചാണ് ഈ സംഘടന വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത്. 1928 എന്നാൽ HRA എന്ന് പറയുന്ന സംഘടന പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ഇതിന്റെ പേരിൽ ഒരു ചെറിയ മാറ്റം വന്നു. അത് HSRA എന്നായി മാറി. HSRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്നുള്ളത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ അല്ലെങ്കിൽ ആർമി എന്നായിട്ട് മാറി. HRA എന്നായിരുന്നു സച്ചീന്ദ്ര സന്യാൽ സ്ഥാപിച്ചപ്പോൾ ആ സംഘടനയുടെ പേരെങ്കിൽ ഭഗത് സിംഗും രാജ്ഗുരുവും ചന്ദ്രശേഖർ ആസാദും കൂടി ഇത് പുനഃസംഘടിപ്പിച്ചപ്പോൾ ഈ സംഘടനയുടെ പേരെന്തായി മാറി? HSRA, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്നായിട്ട് മാറി. സോഷ്യലിസ്റ്റ്, അതായത് സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് അടങ്ങാത്ത ഒരു ആസക്തി വെച്ച് പുലർത്തിയിരുന്ന, റഷ്യൻ മോഡൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് അടങ്ങാത്ത ഒരു ആസക്തി വെച്ച് പുലർത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഭഗത് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് അടങ്ങാത്ത ഒരു ആരാധനയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സംഘടനയിൽ, ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സോഷ്യലിസ്റ്റ് എന്ന് പേര് വരുന്ന ആദ്യത്തെ സംഘടന കൂടിയാണ് HSRA എന്ന് പറയുന്നത്. അപ്പോ ആരെല്ലാം ചേർന്നാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖദേവ് സിംഗ്, ഈ ആളുകൾ ചേർന്നാണ് ഈ സംഘടന പുനഃസംഘടിപ്പിക്കുന്നത്. അപ്പോ പിന്നീട് ഈ സംഘടനയ്ക്ക് ഒരു പ്രത്യേകമായിട്ട് ഇവർ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിപ്ലവ പ്രവർത്തനം എന്ന് പറയുന്നത് 1928 നടന്ന ലാഹോർ ഗൂഢാലോചനയാണ്. ഈ ലാഹോർ ഗൂഢാലോചന എന്ന് പറയുന്നത് 1928 നവംബർ മാസം 17-ാം തീയതി ലാലാ ലജ്പത് റായ് മരണമടയുന്നു. ആരാണ്? ലാലാ ലജ്പത് റായ് മരണമടയുന്നു. അദ്ദേഹം വെറുതെ മരണമടയുകയായിരുന്നില്ല. അതായത് ഈ 1928 കാലഘട്ടം എന്ന് പറയുന്നത് ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കാൻ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്ന സമയമാണ്. അപ്പോ ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ലാഹോറിലെത്തിയ സൈമൺ കമ്മീഷനെ തടയുന്നതിനും ബോയ്ക്കോട്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്തു. എന്നാൽ അവിടെ വെച്ച് ബ്രിട്ടീഷ് പോലീസുകാർ എന്ത് ചെയ്തു? ഒരു ലാത്തി ചാർജ് നടത്തി. അതിൽ ജനറൽ സ്കോട്ട് എന്ന് പറയുന്ന ഒരു പോലീസുകാരന്റെ ക്രൂരമായ മർദ്ദനം ലാലാ ലജ്പത് റായ്ക്ക് ഏൽക്കുകയുണ്ടായി. ഈ മർദ്ദനത്തെ തുടർന്നാണ് പിന്നീട് 1928 നവംബർ 17-ാം തീയതി എന്ത് സംഭവിക്കുന്നത്? ലാലാ ലജ്പത് റായിയുടെ മരണം സംഭവിക്കുന്നത്. പഞ്ചാബിലെ ഏറ്റവും ധീരനായിട്ടുള്ള സ്വതന്ത്ര സമര സേനാനിയായിരുന്നു ആര്? ലജ്പത് റായ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പഞ്ചാബിലെയും ലാഹോറിലെയും ചെറുപ്പക്കാരുടെ സിരകളിലെ ചോര തിളച്ചു. അവർ പ്രതികാരത്തിന് വേണ്ടി കോപ്പ് കൂട്ടി. അപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ ലാലാ ലജ്പത് റായിയുടെ മരണത്തിനെതിരെ പ്രതികാരം ചെയ്യാൻ HSRA എന്ന് പറയുന്ന സംഘടന തീരുമാനിച്ചു. അങ്ങനെ രാജ്ഗുരുവും
ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും. ഈ സമയമാകുമ്പോഴേക്കും മഹാരാഷ്ട്രീയനായിരുന്ന രാജ്ഗുരു കൂടി ഈ സംഘത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പോ ഇവർ എവിടേക്ക് ചേരുന്നു? ഇവർ ലാഹോറിലേക്ക് ചെല്ലുന്നു. ഈ ലാഹോറിൽ വെച്ച് ഇവർ ഒരു ഗൂഢാലോചന നടത്തുന്നു. ഈ ഗൂഢാലോചനയാണ് ലാഹോർ ഗൂഢാലോചന എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ലാലാ ലജ്പത് റായിയെ മർദ്ദിച്ച ജനറൽ സ്കോട്ടിനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഗൂഢാലോചന നടത്തുന്നത്. അങ്ങനെ ജനറൽ സ്കോട്ടിനെ ഇവർ വധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആള് മാറിപ്പോയി. ഇവർ വധിക്കാൻ ശ്രമിച്ചത് ജനറൽ സ്കോട്ടിനെയാണെങ്കിലും അന്ന് ഇവരുടെ അടുത്തേക്ക് എത്തിപ്പെട്ടത് സാൻഡേഴ്സൺ എന്ന് പറയുന്ന മറ്റൊരു പോലീസ് ഓഫീസർ ആയിരുന്നു. അപ്പോ ജനറൽ സ്കോട്ടിനെ വധിക്കാൻ ശ്രമിച്ചു. പക്ഷെ കൊല്ലപ്പെട്ടത് ആരാണ്? സാൻഡേഴ്സൺ എന്ന് പറയുന്ന അന്നത്തെ ലാഹോറിലെ ഒരു അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടാണ് അന്ന് കൊല്ലപ്പെട്ടത്. അപ്പോ ഈ സാൻഡേഴ്സന്റെ വധം കഴിഞ്ഞതോടുകൂടി ഈ വിപ്ലവകാരികൾക്ക് ഈ പറയുന്ന ലാഹോറിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവർ എവിടേക്ക് പോയി? അവർ വീണ്ടും തിരിച്ച് ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിയിലേക്ക് വന്നപ്പോൾ 1929 ഇവരെയും കാത്ത 2 നിയമങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ നിയമത്തിന്റെ പേരെന്ന് പറയുന്നത് ട്രേഡ് ഡിസ്പ്യൂട്ട് ആക്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് പബ്ലിക് സേഫ്റ്റി ആക്ട് എന്നുള്ളതാണ്. ഇങ്ങനെ 2 നിയമങ്ങൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ പാസാക്കാൻ പോകുന്ന സമയത്താണ് 1929 ഇവർ എവിടെ എത്തുന്നത്? ഡൽഹിയിൽ എത്തുന്നത്. ട്രേഡ് ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത് പണിമുടക്കാനുള്ള തൊഴിലാളി യൂണിയനുകളുടെ അധികാരത്തെ റദ്ദ് ചെയ്യുന്ന നിയമമാണ് ട്രേഡ് ഡിസ്പ്യൂട്ട് ആക്ട്. ഈ നിയമപ്രകാരം പണിമുടക്കുന്ന തൊഴിലാളികളെ പിരിച്ചുവിടുവാൻ മുതലാളിമാർക്ക് അവകാശം നൽകി. പബ്ലിക് സേഫ്റ്റി ആക്ട് എന്ന് പറയുന്നത് അത് ഏത് നിമിഷം പൊതുസുരക്ഷയുടെ ഭാഗമായിട്ട് പോലീസുകാർക്ക് എവിടെയും പരിശോധന നടത്താം, അറസ്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു പബ്ലിക് സേഫ്റ്റി ആക്ട് എന്ന് പറയുന്നത്. അപ്പോ ഈ 2 നിയമങ്ങളും ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ പാസാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ നിയമനിർമ്മാണ സഭയിൽ ഇന്ത്യക്കാരായിട്ടുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നു. ചില അംഗങ്ങൾ, ഇന്ത്യക്കാരായിട്ടുള്ള അംഗങ്ങൾ ഈ നിയമത്തെ എന്ത് ചെയ്തു? എതിർത്തു. എന്നാൽ കുറെ അംഗങ്ങൾ എന്ത് ചെയ്തു? ഈ നിയമത്തെ അവർ അംഗീകരിച്ചു. അപ്പോ ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട HSRA എന്ത് ചെയ്തു? ഇവരുടെ ചെവികൾ തുറപ്പിക്കുന്നതിനായിട്ട് പാർലമെന്റിലേക്ക് ഒരു ബോംബ് എറിയുന്നതിനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഈ ബോംബ് എറിയുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത് 3 പേരെയാണ് ഈ HSRA എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത്. ഒന്നാമത്തെ ആളുടെ പേര് ഭഗത് സിംഗ് എന്നാണ്. രണ്ടാമത്തെ ആളുടെ പേര് ബട്കേശ്വർ ദത്ത് അഥവാ BK ദത്ത് എന്നാണ്. മൂന്നാമത്തെ ആളുടെ പേര് ഭഗവതി ചരൺ വോറ എന്നാണ്. ഭഗവതി ചരൺ വോറ, ഈ പേര് നിങ്ങൾ ഓർത്തു വെക്കുക, നമുക്ക് ആവശ്യം വരും. ഭഗത് സിംഗിനെയും ബട്കേശ്വർ ദത്തും ഭഗവതി ചരൺ വോറയുമാണ് ഈ ബോംബ് എറിയുന്നതിനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട HSRAയിൽ അംഗങ്ങൾ. ബോംബ് എറിഞ്ഞതിന് ശേഷം കീഴടങ്ങാനാണ് ഇവർ തീരുമാനിച്ചത്. എന്നാൽ അന്ന് ചന്ദ്രശേഖർ ആസാദിന് അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അതായത് ബോംബ് എറിഞ്ഞതിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്, കീഴടങ്ങിയാൽ ഒരു ആത്മഹത്യാപരമായിട്ടുള്ള ശ്രമമായി മാറുമെന്ന് അന്ന് ചന്ദ്രശേഖർ ആസാദ് പറഞ്ഞു. പക്ഷേ HSRAയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും ബോംബ് എറിഞ്ഞതിന് ശേഷം കീഴടങ്ങുക എന്നുള്ള ആശയത്തിനോടാണ് അംഗീകാരം നൽകിയത്. അങ്ങനെ ഇവർ അതിനുവേണ്ടി തീരുമാനിച്ചു. അപ്പോ ഈ ഭഗവതി ചരൺ വോറ എഴുതിയ ഒരു ലേഖനമുണ്ട്. അതിന്റെ പേരാണ് ഫിലോസഫി ഓഫ് എ ബോംബ്. ഈ ഫിലോസഫി ഓഫ് എ ബോംബ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? അല്ലെങ്കിൽ ലേഖനം എഴുതിയത് ആരാണ്? ഭഗവതി ചരൺ വോറയാണ്. ആരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്? ചന്ദ്രശേഖർ ആസാദുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. കാരണം ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്നത് അദ്ദേഹം അത്രക്ക് നന്നായിട്ട് എഴുത്തും വായനയും ഒന്നും അറിയുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. ആരെന്ന് പറയുന്നത്? ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം ബോംബ് നിർമ്മാണം പോലെയുള്ള കലകളിൽ അദ്ദേഹം
വിദഗ്ധനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 1925 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിനെ വധിക്കുന്നതിനായിട്ട് ഈ HSRA എന്ന് പറയുന്ന സംഘടന ഒരു ട്രെയിനിൽ ബോംബ് വെക്കുകയുണ്ടായി. എന്നാൽ അന്ന് ഇർവിൻ പ്രഭു അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇർവിൻ പ്രഭുവും മഹാത്മാഗാന്ധിയും തമ്മിൽ വളരെ നല്ലൊരു ബന്ധമാണ്. അപ്പോൾ ഇർവിൻ പ്രഭു രക്ഷപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി പത്രത്തിൽ എഴുതി, ദൈവത്തിന് നന്ദി, ഇർവിൻ പ്രഭുവിന്റെ ജീവൻ രക്ഷിച്ച ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധി ഒരു ലേഖനം എഴുതി. ഈ ലേഖനത്തിന് മറുപടിയായിട്ടാണ് ചന്ദ്രശേഖർ ആസാദുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഭഗവതി ചരൺ വോറ ഫിലോസഫി ഓഫ് എ ബോംബ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ എഴുതുന്നത്. ഈ ഫിലോസഫി ഓഫ് എ ബോംബാണ് പറയുന്നത് HSRA എന്ന് പറയുന്ന സംഘടനയുടെ ഒരു മാനിഫെസ്റ്റോയായിട്ട് കണക്കാക്കുന്നത്. HSRAയുടെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നതാണ് പറയുന്നത് ഫിലോസഫി ഓഫ് എ ബോംബ് എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവതി ചരൺ വോറയും BK ദത്തും ഭഗത് സിംഗും പാർലമെന്റ് ഹാളിൽ ബോംബെറിയുന്നതിനായിട്ട് തീരുമാനിച്ചു. ഇവർ അതിൻ്റെ പരിശീലനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന വഴിക്ക് നിർഭാഗ്യവശാൽ ഭഗവതി ചരൺ വോറ ഇതിൻ്റെ പരിശീലനത്തിനിടയിൽ കയ്യിലിരുന്നൊരു ബോംബ് പൊട്ടി അദ്ദേഹം അതിദാരുണമായിട്ട് കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പോയാലും ഏറ്റെടുത്ത ദൗത്യം മുടക്കുന്നവരായിരുന്നില്ല ഭഗത് സിംഗും ബട്കേശ്വർ ദത്തുമെല്ലാം. ഈ രണ്ടു പേർ ചേർന്നുകൊണ്ട് 1928 ഇന്ത്യയുടെ പാർലമെന്റ് ഹാളിലേക്ക് ഒരു ബോംബ് വലിച്ചെറിഞ്ഞു. അതായത് ഈ ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. പാർലമെന്റിന്റെ വിസിറ്റേഴ്സ് ഗാലറിയിലേക്ക് ഇവർ രണ്ടുപേരും ചെന്നെത്തുകയും ഇവർ ആ സമ്മേളനം തുടങ്ങുന്ന വഴിക്ക് പാർലമെന്റിലേക്ക് രണ്ട് ബോംബുകൾ എറിയുകയും ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ലഘുലേഖകൾ അവിടേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ആ ലഘുലേഖകളിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: നോട്ട് ടു കിൽ ബട്ട് മേക്ക് ഡെഫ് ഹിയർ. ആരെയും കൊല്ലാൻ വേണ്ടിയല്ല, ചെവി കേൾക്കാത്ത ആളുകളുടെ കാതുകൾ തുറപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത് എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ബോംബെറിഞ്ഞതിന് ശേഷം ഭഗത് സിംഗും ബട്കേശ്വർ ദത്തും കീഴടങ്ങി. ഇവരെ ലാഹോറിലെ ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് പിന്നീട് 1928 ലാഹോർ ഗൂഢാലോചന കേസും കൂടി ചേർത്തുകൊണ്ടാണ് പിന്നീട് വിചാരണ നടക്കുന്നത്. ഇതേ സമയം തന്നെ സുഖദേവ് സിംഗും രാജ്ഗുരുവും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോ ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവ് സിംഗിനെയും അറസ്റ്റ് ചെയ്ത് ലാഹോർ ഗൂഢാലോചന കേസിലും പാർലമെന്റ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ കേസിലും വിചാരണ നടക്കുകയാണ്. അപ്പോൾ ഇവരെ ഈ പറയുന്ന ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോൾ ലാഹോർ ജയിലിൽ അന്ന് രണ്ട് രീതിയിലുള്ള കുറ്റവാളികളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് സ്വതന്ത്ര സമര സേനാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, രണ്ടാമത്തേതെന്ന് പറയുന്നത് കുറ്റവാളികൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. ഭഗത് സിംഗിനെയും ഇവരെയും എല്ലാം കുറ്റവാളികൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്കെതിരെ ഭീകരമായിട്ടുള്ള മർദ്ദന മുറകളാണ് ബ്രിട്ടീഷ് പോലീസ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ തങ്ങൾ വെറും കുറ്റവാളികളല്ല, തങ്ങൾ യുദ്ധത്തടവുകാരാണ്, ഞങ്ങൾ സ്വതന്ത്ര സമര സേനാനികളാണ്, അതിന്റെ പരിഗണന ഞങ്ങൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ലാഹോറിലെ ജയിലിൽ ഒരു നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ഈ നിരാഹാര സമരത്തിൽ ഭഗത് സിംഗിനോടൊപ്പം പങ്കെടുത്ത് 64ാമത്തെ ദിവസം നിരാഹാരമനുഷ്ഠിച്ച് മരിച്ച അല്ലെങ്കിൽ അന്തരിച്ച ഒരു വിപ്ലവകാരിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജതിൻ ദാസ് എന്നാണ്. 64 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച് മരിച്ച വിപ്ലവകാരിയാണ് ജതിൻ ദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം വെറും ഒരു വിപ്ലവകാരി കൂടി ആയിരുന്നില്ല, ബംഗാളിലെ ഒരു കെമിസ്ട്രി പ്രൊഫസർ കൂടിയായിരുന്നു ജതിൻ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം 64 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് അന്തരിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഇതേ സമയം പിടികൊടുക്കാത്ത ഒരാൾ പുറത്തുണ്ടായിരുന്നു. ആരാണ്?
ചന്ദ്രശേഖർ ആസാദാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ ആളുകൾക്കൊക്കെ എതിരായിട്ട് ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിപ്ലവകാരികളുമായിട്ടുള്ള കൂടിച്ചേർന്ന് ചില പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുവാനായിട്ട് അതേസമയം ഉത്തർപ്രദേശിലായിരുന്നു. 1931 ഒരു ഫെബ്രുവരി മാസം ചന്ദ്രശേഖർ ആസാദ് എവിടെ എത്തുന്നു? അദ്ദേഹം ഉത്തർപ്രദേശിലെത്തുന്നു. ഉത്തർപ്രദേശിലെ അലഹദാബാദിൽ ആൽഫ്രഡ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കുണ്ട്. അവിടെ വിപ്ലവകാരികളുമായിട്ട് ഒരു മീറ്റിംഗ് നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം ആ പാർക്കിൽ ഇരിക്കുന്ന സമയത്ത് ആരിൽ നിന്നോ ഒരു ഒറ്റുണ്ടായി. ബ്രിട്ടീഷ് പോലീസ് എന്ത് ചെയ്യുന്നു? ചന്ദ്രശേഖർ ആസാദിനെ വളയുന്നു. അങ്ങനെ ചന്ദ്രശേഖർ ആസാദിനെ വളയുന്നതോടുകൂടി അദ്ദേഹം പോലീസുകാർക്ക് നേരെ നിറയൊഴിക്കുന്നു. പോലീസുകാർ തിരിച്ചു നിറയൊഴിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നു. അദ്ദേഹം തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന അവസാന ബുള്ളറ്റ് കൊണ്ട് സ്വയം തലക്ക് നിറയൊഴിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? രക്തസാക്ഷിയാകുന്നു. അങ്ങനെ അതോടുകൂടി ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന വ്യക്തി രക്തസാക്ഷിയായി മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭഗത് സിംഗിൻ്റെയൊക്കെ മോചനം വീണ്ടും വൈകുകയാണ്. പിന്നെ ആകെ ഒരു പ്രതീക്ഷയുള്ളത് എന്ന് പറയുന്നത് 1931 നടന്ന ഗാന്ധി ഇർവിൻ സന്ധിയിലാണ്. എന്നാൽ ഗാന്ധി ഇർവിൻ സന്ധിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയണം. എല്ലാവർക്കുമുള്ള ഒരു ആക്ഷേപമാണ് ഭഗത് സിംഗിനെ രക്ഷിക്കുവാനായിട്ട് മഹാത്മാഗാന്ധി ഒന്നും ചെയ്തില്ല എന്നുള്ളത്. എന്നാൽ ഇർവിൻ പ്രഭു തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി അന്ന് ആവശ്യപ്പെട്ടിരുന്നു ഭഗത് സിംഗിനെ, അതായത് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. അതായത് ഒരു ക്രിസ്തുമത വിശ്വാസിയായിട്ടുള്ള അങ്ങ് ഇന്ത്യയിലെ ശുഭിതമായ യൗവനം ചെയ്ത ആ തെറ്റ് പൊറുക്കണമെന്നാണ് മഹാത്മാഗാന്ധി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇർവിൻ എന്ത് ചെയ്തില്ല? വഴങ്ങാൻ തയ്യാറായില്ല. 1931 ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരം എന്ത് ചെയ്തു? സ്വതന്ത്രത്തിൽ സാധാരണ സമരം, അതായത് അക്രമ സമരം അല്ലാത്ത സമരം നയിച്ച സ്വതന്ത്ര സമര സേനാനികളെ എല്ലാം എന്ത് ചെയ്തു? മോചിപ്പിച്ചു. ഭഗത് സിംഗിനെയും കൂട്ടരെയും എന്ത് ചെയ്തില്ല? മോചിപ്പിച്ചില്ല. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും ഒരു കാലഘട്ടത്ത് പഞ്ചാബിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഭഗത് സിംഗ് എന്ന് പറയുന്ന പേര് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ടായി. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ മുകളിലായിരുന്നു ഭഗത് സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജനപ്രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരവും ഇവരുടെ മോചനം സാധ്യമായില്ല. ഭഗത് സിംഗ് ആണെങ്കിൽ എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു റോൾ മോഡലായിട്ട് വളർന്നു വരികയാണ്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ പറയുന്ന ലാഹോർ ഗൂഢാലോചന കേസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1931 മാർച്ച് 24 ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും വിവരമറിഞ്ഞ് ലാഹോർ ജയിലിന് മുന്നിൽ ജനക്കൂട്ടങ്ങളെത്തി. ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലാക്കി അവർ എന്ത് ചെയ്തു? 1931 മാർച്ച് 24 എന്നുള്ളത് ആരുമറിയാതെ 1931 മാർച്ച് 23 വൈകിട്ട് ഒരു 7 മണിയായപ്പോൾ രാജ്ഗുരു, സുഖദേവ് സിംഗ്, ഭഗത് സിംഗ് എന്ന് പറയുന്ന ഈ 3 ചെറുപ്പക്കാരെ തൂക്കിലേറ്റി. തൂക്കിലേറുമ്പോൾ ഭഗത് സിംഗിന്റെ പ്രായം എന്ന് പറയുന്നത് വെറും 24 വയസ്സ് മാത്രമാണ്. വെറും 24 വയസ്സ് മാത്രമുള്ള ആ വിപ്ലവകാരിയുടെ സംഭവ ബഹുലമായ ജീവിതം അവിടെ 1931 മാർച്ച് 23 രാത്രി 7 മണിയോടുകൂടി അവസാനിക്കുകയാണ് ഉണ്ടായത്. ഭഗത് സിംഗിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് വെറും തോക്കെടുത്തുകൊണ്ട് ആയുധം കൊണ്ട് വിപ്ലവം നടത്തിയ ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും ചരിത്രത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യപ്പെടുന്നത്? അടയാളപ്പെടുത്തുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സമകാലീനരായ വ്യക്തികളോട് ചോദിച്ചാൽ അറിയാൻ കഴിയും, കയ്യിലൊരു പുസ്തകത്തോടെ അല്ലാതെ ഭഗത് സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുണ്ട് വിപ്ലവം എന്നുള്ളത് ഉണ്ടാകുന്നത് തോക്കിൻ കുഴലിലൂടെയോ
എന്താണ് കടാരയിലൂടെയോ അല്ല, അത് തെളിഞ്ഞ ചിന്തകളിലൂടെയാണ് എന്ന് പറഞ്ഞ വിപ്ലവകാരി അല്ലെങ്കിൽ എഴുതിയ വിപ്ലവകാരിയാണ് ഭഗത് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കാണാൻ വന്ന അദ്ദേഹത്തിന്റെ വക്കീലിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താണ്? ലെനിന്റെ റെവല്യൂഷൻ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം കൊണ്ടുതരാനാണ്. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹം ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 24-ാം തീയതി തൂക്കുമെന്നാണ് അദ്ദേഹവും കരുതിയിരുന്നത്. 23-ാം തീയതി വൈകുന്നേരമായപ്പോൾ തൂക്കുവാനായിട്ട് കൊണ്ടുപോകാൻ ബ്രിട്ടീഷുകാർ വന്നു. അപ്പോൾ അദ്ദേഹം ജയിൽ വാർഡനോട് പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു പുസ്തകത്തിന്റെ ഒരു അധ്യായം പോലും വായിച്ചു തീർക്കുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കില്ലേ എന്നാണ്. അങ്ങനെ ഈ 3 ചെറുപ്പക്കാരെ കൊണ്ടുപോയി കഴുത്തിൽ തുണിയിടാൻ പോയി. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് സമ്മതിച്ചില്ല. കഴുത്തിൽ തുണി മുഖം മറയ്ക്കാതെ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ്, ഇൻകുലാബ് സിന്ദാബാദ്, വിപ്ലവം വിജയിക്കട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ 3 വിപ്ലവകാരികളും ഈ ലോകത്തിനോട് വിട പറഞ്ഞത്. അപ്പോൾ അവരെ ഓർക്കാതെ ഭഗത് സിംഗിനെ കുറിച്ചും രാജ്ഗുരുവിനെ കുറിച്ചും ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ചും ഒന്നും ഓർക്കാതെ അല്ലെങ്കിൽ അവരെ കുറിച്ച് പഠിക്കാതെ നമുക്ക് ഈ റവല്യൂഷണറി ടെററിസം എന്ന് പറയുന്ന പാഠഭാഗം കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ ഈ വിപ്ലവകാരികളുടെ എല്ലാം ഓർമ്മയ്ക്ക് മുന്നിൽ 1000 പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.